കേരളത്തിൽ യു.ഡി.എഫ് വിജയിച്ചപ്പോൾ 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുമുണ്ടായത്. അതുവരെ ചർച്ചകൾ നടക്കുകയായിരുന്നു. അതിനുശേഷം തിരക്കിട്ട ചർച്ചകൾ നടത്തുകയും അതിനുശേഷമാണ് വി.ഡിയുടെ മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിയായിട്ട് വേണമെന്ന ഒരു അന്തിമ തീരുമാനമുണ്ടായത്. നിലവിൽ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞുവെങ്കിലും മന്ത്രിമാരുടെ വകുപ്പ് നിശ്ചയിക്കുന്നതിൽ ഇപ്പോഴും കാലതാമസം നേരിടുന്നുണ്ട്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ശക്തമാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഗ്രൂപ്പ് പ്രശ്നം കോൺഗ്രസിനെ തലവേദനയാക്കുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുകയാണ്. എന്നാൽ CPM നേതാക്കൾ ഇപ്പോൾ UDF-നെ കളിയാക്കുന്നുണ്ട്. കാരണം 3 ദിവസമായിട്ടും മന്ത്രിമാർക്ക് വകുപ്പുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിൽ VD സർക്കാരിനുണ്ടാകുന്ന അത് VD സതീശനുണ്ടാകുന്ന ഒരു കാലതാമസം അതിനെ അവർ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ട് മന്ത്രിമാരെ പോലും തീരുമാനിച്ചിട്ടില്ലല്ലോ എന്നാണ് CPM ഇപ്പോൾ പറയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതായത് CPM 10 വർഷം കേരളം ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് പിണറായി മന്ത്രിസഭയിൽ മന്ത്രിമാരെയൊക്കെ നിശ്ചയിക്കാൻ എളുപ്പമാണ്. കാരണം CPM കേരളം ഭരിച്ചിരുന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ഈ നേതാക്കന്മാരൊക്കെ ഷാപ്പിൽ കറി വയ്ക്കാനും കപ്പലണ്ടി കച്ചവടത്തിനും ഊരിപ്പിടിച്ച വടിവാളുകളുടെ ഇടയിലൂടെ നടക്കുന്നതും വല്ല കല്ലെറിയാനും ബോംബെറിയാനും ഗുണ്ട സംഘങ്ങളിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. കൂടാതെ നിയമസഭയിൽ കസേരകളൊക്കെ അടിച്ചു തകർക്കാനും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിച്ചു വെച്ച സാധനങ്ങളൊക്കെ അടിച്ചു തകർക്കാനും ഒക്കെ ആയിട്ട് ഒരു ഗുണ്ടാ സംഘങ്ങളാണ് CPM-ലെ നേതാക്കന്മാരായിട്ട് ഉള്ളത്. കൂടാതെ 10ാം ക്ലാസ് ഗുസ്തിയുമൊക്കെ ആയിട്ട് നടന്നവരാണ് CPM-ലെ മൊത്തം സഖാക്കന്മാരും. അതിൽ വിദ്യാഭ്യാസം ഉള്ളവരാരും തന്നെ അതിൻ്റെ അകത്ത് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വകുപ്പുകൾ വിധിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. കാരണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ CPM-ലെ നേതാക്കന്മാർക്ക് വലിയ പണിയൊന്നുമില്ല. കാരണം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിൻ്റെ 7 അയലത്ത് അവർ പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ വകുപ്പ് അവർക്ക് കൊടുത്താലും മതി. കാരണം അഴിമതി കാണിക്കാനും കൈയിട്ട് വരാനും തന്നെയാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ധാരണയുണ്ട്. കേരളത്തെ ഭരിക്കുക, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വികസനം ചെയ്തു കൊടുക്കുക, കേരളത്തിൽ വലിയ രീതിയിൽ ഒരു വികസനം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഓരോ മന്ത്രിമാർക്ക് വകുപ്പ് വിധിച്ചു കൊടുക്കുമ്പോഴും ആ മന്ത്രിമാരുടെ കഴിവനുസരിച്ചുള്ള വകുപ്പുകൾ വിധിച്ചു കൊടുക്കണം. അതിൽ ജനങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകണം എന്നൊരു ലക്ഷ്യം അവർക്കുണ്ട്. അതാണ് ഒരു ചെറിയൊരു കാലതാമസം ഇതിൽ വരുന്നത്. ഒരു 5 വർഷം കേരളം ഭരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 2-3 ദിവസം, ഇനിയിപ്പോൾ ഒരാഴ്ച ഇത്തിരി സമയം എടുത്താലും ഒരു കുഴപ്പവുമില്ല എന്നാണ് യാഥാർത്ഥ്യം. വകുപ്പുകളെ ചൊല്ലി കോൺഗ്രസിലും ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലും ഇപ്പോൾ ചെറിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം സ്വാഭാവികമാണ്. ഒരു പാർട്ടിയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ 9 മണിക്ക് VDS സർക്കാരിന്റെ 2ാമത്തെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ഇന്നത്തെ യോഗത്തിൽ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. തർക്കങ്ങൾക്ക് പരിഹാരമായാൽ മുഖ്യമന്ത്രി ഇന്ന് തന്നെ വകുപ്പുകളുടെ അന്തിമ പട്ടികയുമായി ഗവർണറെ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഫിഷറീസ് വകുപ്പിനെ ചൊല്ലിയുള്ള കടുത്ത തർക്കമാണ് നിലവിൽ UDF-നെ വലിയ രീതിയിലൊന്ന് പ്രതിസന്ധിയിലേക്ക് ആക്കുന്നത്. അതായത് ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകാനുള്ള നീക്കത്തിനെതിരെ ലത്തീൻ സഭ കയറി ഈ ഇടപെട്ടതാണ്. അവർ കയറി ഒരു എതിർപ്പ് ഉന്നയിച്ചതാണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ ഒരു തടസ്സമായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത്. തീരദേശ മേഖലയിൽ സ്വാധീനമുള്ള ലത്തീൻ സഭയെ പിണക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ചെറിയൊരു ഭയമുണ്ട്. എന്നാൽ ഫിഷറീസ് വകുപ്പ് തങ്ങൾക്ക് വിട്ടു നൽകാതെ ലീഗ് ആവശ്യപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് തരില്ല എന്ന ഉറച്ച നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. സമുദായ സംഘടനകളുടെയും സഭകളുടെയും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഭരണം നടത്തുന്ന മുന്നണി ഇത്രത്തോളം വഴങ്ങണോ എന്ന ചോദ്യം കോൺഗ്രസിലെ ഒരു ഭാഗം നേതാക്കൾ തന്നെ ഇപ്പോൾ പരസ്യമായി ഉയർത്തുന്നുണ്ട്. ഘടകകക്ഷികളുടെ കടുംപിടുത്ത മുന്നിൽ മുഖ്യമന്ത്രി VD സതീശൻ തുടക്കത്തിലെ പതർന്നുവെന്ന ഒരു ആക്ഷേപം ശക്തമാണെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് VD-യുമായുള്ള അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഒരു പാർട്ടിയാകുമ്പോൾ ഘടകകക്ഷികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കും കൂടെ ഒന്ന് അനുയോജ്യമായ രീതിയിൽ അവർക്കും അനുകൂലമാകുന്ന നിലപാടെടുക്കാൻ കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം എടുക്കും. അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് ഇന്നത്തോടുകൂടി സോൾവ് ആവുമെന്നതാണ് യാഥാർത്ഥ്യം. മുരളീധരൻ ഉറപ്പിച്ചിരുന്ന ദേവസ്വം വകുപ്പ് AP അനിൽകുമാറിന് നൽകിയേക്കുമെന്നാണ് കോൺഗ്രസിൽ കേന്ദ്രങ്ങളിൽ നിന്നും ഏറ്റവും പുതിയതായി ലഭിക്കുന്ന ഒരു വിവരം. ഇതിന് പകരമായി മുരളീധരൻ ആരോഗ്യ വകുപ്പിന് പുറമെ സ്പോർട്സ് വകുപ്പ് കൂടി മുരളീധരന് നൽകാനുള്ള ഒരു നീക്കവും ധാരണയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ.